ഈ മന്ത്രിയുടെ പേര് ശൈലജ ടീച്ചർ എന്നാണ്. സഖാക്കൾ വിളിക്കുന്ന ശൈലജ ടീച്ചർ അമ്മ എന്നാണ്. ഈ രണ്ടു പേരായാലും ടീച്ചർ എന്ന് പറഞ്ഞാലും അമ്മ എന്ന് പറഞ്ഞാലും അതിനൊരു വല്ലാത്ത പരിവേഷം ഉണ്ട്. സത്യത്തിൽ ഈ രണ്ടും അർഹിക്കാത്ത ഒരാളാണ് ശൈലജ ടീച്ചർ എന്ന് പറയുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ്. ഞങ്ങൾക്ക് കൃത്യമായി ബോധ്യമുണ്ടായിരുന്നു. കൃത്യമായിട്ട് അവർ ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ട് പ്രതികൾക്ക് വേണ്ടി അന്വേഷണ സംഘം എന്ന് ഞാൻ ജീവിതത്തിൽ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടൊരു സമയമാണ്. പ്രതികൾക്ക് വേണ്ടി അന്വേഷണ സംഘം, അതിൽ കൗൺസിലേഴ്സ് അങ്ങനെ ആയിരുന്നു. അവിടെ ഉണ്ടായിരുന്ന പിന്നെ DIGയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന അന്വേഷണ സംഘം. മൂന്നാമത്തെ അന്വേഷണ സംഘം വരുന്നത് കോടതിയുടെ മാനദണ്ഡങ്ങൾക്കനുസരിച്ചിട്ടാണ് വരുന്നത്. നിങ്ങൾക്കറിയാലോ. അതെച്ചാൽ വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് ഒരു സ്ത്രീ എന്ന പിന്നെ മര്യാദ പോലും ശൈലജ ടീച്ചറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല ഈ കേസിൽ എന്നുള്ളത് അന്നേ ഞങ്ങൾക്ക് വ്യക്തമാണ്. കോടതി അത് പറയുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു ഒതൻറ്റിസിറ്റി കൂടി വരികയാണ്. യഥാർത്ഥത്തിൽ അവർ മാപ്പ് പറയണം. രാജിവെക്കാൻ പറയുന്ന കയ്യിലില്ലല്ലോ, MLA മാത്രമല്ലേ ഉള്ളൂ. പക്ഷെ അവർ മാപ്പ് പറയണം. അത് കേരളീയ സമൂഹത്തോട് മാത്രമല്ല, സ്ത്രീത്വത്തോട്. എന്തുകൊണ്ടാണ് ടീച്ചർക്ക് അത് മനസ്സിലാവാത്തത്? ഒരു സഖാവ് ഒരു ആയിപ്പോയാൽ എല്ലാ മാതൃത്വവും ഒരു ടീച്ചർ എന്ന് പറയുന്നത് ഗുരുസ്ഥാനീയതയും ഒക്കെ നഷ്ടപ്പെട്ടു പോകും എന്നാണോ മനസ്സിലാക്കുന്നത്? ഏതായാലും അവർ മാപ്പ് പറയലല്ലാതെ അവരുടെ മുമ്പിൽ വേറെ പോകാൻ വഴിയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഈ പാലത്തായിലെ ഈ വിധിപ്പകർപ്പ്, കോടതിയുടെ വിധിപ്പകർപ്പ് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ KK ശൈലജ മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താണ് KK ശൈലജ പറഞ്ഞത്? പാലത്തായി കേസിലെ കോടതി വിധിയിൽ എനിക്കെതിരെ പരാമർശമില്ല, നടക്കുന്നത് ദുഷ്ടലാക്കോടെയുള്ള പ്രചരണങ്ങൾ എന്നാണ് KK ശൈലജ. അത് വിധിപ്പകർപ്പ് പുറത്തു വന്ന് ആ വിധിപ്പകർപ്പിലെ ഭാഗങ്ങൾ KK ശൈലജക്കെതിരെയുള്ള പരാമർശങ്ങൾ വലിയ വാർത്തയാകുമ്പോൾ ഈ പറയുന്ന KK ശൈലജ വന്നിട്ട് മാധ്യമങ്ങളിൽ പറഞ്ഞത് എനിക്കെതിരെയുള്ള പരാമർശമില്ല എന്നാണ് KK ശൈലജ പറഞ്ഞത്. ഈ KK ശൈലജ എങ്ങനെയാണ് ഒരു ടീച്ചർ ആയത്, എന്താണ് ഇവരുടെ യോഗ്യത എന്നുള്ളത് മാത്രമേ എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഒരു അവസരത്തിൽ. അത് മനസ്സിലാവാത്തതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാല്, എന്താണ് ഇവരുടെ യോഗ്യത എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കോടതിയുടെ വിധിപ്പകർപ്പ് വായിച്ചു നോക്കിയാൽ അതിൽ ഒരു ഭാഗം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ വ്യക്തമായിട്ട് പറയുന്ന ഭാഗം വായിച്ചിട്ട് അത് KK ശൈലജയ്ക്ക് കോടതി KK ശൈലജയെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് ഇവരുടെ വിദ്യാഭ്യാസ യോഗ്യത, എങ്ങനെയാണ് ഇവർ ടീച്ചർ ആയത് എന്നുള്ള കാര്യം എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഷാജി പറഞ്ഞതും ഇവര് ഈ പറയുന്ന ടീച്ചർ എന്നും അമ്മയെന്നുമുള്ള വിളിക്ക് യാതൊരുവിധ അർഹയുമല്ല എന്ന്. ഇവർ ആ ഒരു സ്ത്രീ എന്നുള്ള ഒരു കൺസിഡറേഷൻ പോലും, അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിഗണന പോലും ഇവരുടെ പ്രവൃത്തിയിൽ ഇവർക്കുണ്ടായിരുന്നില്ല എന്ന്. ഒരു പിഞ്ചു കുഞ്ഞ് നേരിട്ട അതിക്രൂരമായ പീഡനങ്ങൾ, എന്നിട്ട് ആ കുട്ടിയോടൊപ്പം നിൽക്കാതെ വോട്ട് ബാങ്ക്, RSSന്റെ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് മട്ടന്നൂരിൽ വിജയിച്ചു കയറണമെങ്കിൽ RSSകാരന്റെ വോട്ട് വേണമെന്നുള്ള തിരിച്ചറിവിൽ നിന്ന് പ്രതിയെ സംരക്ഷിക്കുവാനുള്ള എല്ലാ നടപടികളും KK ശൈലജ കൈക്കൊണ്ടു. കോടതി പറഞ്ഞ ഭാഗം ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം. PW1's mother, petitioner in above with petition, had filed a petition before the Honorable Minister for Women and Child Welfare seeking appropriate action against the councillors for their unethical and rude behavior towards the victim എന്നാണ് പറഞ്ഞത്. ഈ പറയുന്ന കുട്ടിയുടെ മാതാവ് സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മന്ത്രിക്ക് മുമ്പാകെ കൗൺസിലേഴ്സ് നടത്തിയിരിക്കുന്ന അൺഎത്തിക്കൽ ആയിട്ടുള്ള, റൂഡായിട്ടുള്ള ബിഹേവിയറിനെതിരെ പരാതി പറഞ്ഞിട്ടും തിരിഞ്ഞു നോക്കിയില്ല എന്ന് കോടതി സാക്ഷ്യപ്പെടുത്തുന്നു. കോടതി സാക്ഷ്യപ്പെടുത്തിയിട്ട് കോടതിയുടെ വിധിന്യായത്തിൽ അത് പ്രത്യേകം പരാമർശിച്ചിട്ട് ഈ ശൈലജ വന്നിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ വിളമ്പുന്നു, എന്നെ പറ്റി പറഞ്ഞിട്ടില്ല എന്ന്. ശൈലജേ, നാണമില്ലേ? നിങ്ങളൊരു സ്ത്രീയാണോ? നിങ്ങളൊരു ടീച്ചറാണോ? നിങ്ങളൊരു അമ്മയാണോ? എങ്ങനെ സാധിക്കുന്നു ശൈലജേ? ഈ പൊതുജനത്തിന്റെ കാല് കഴുകിയ വെള്ളം കുടിക്കണം നിങ്ങൾ ഒരു സ്ത്രീയായിട്ട്. ഇതാണോ സ്ത്രീകളുടെ സുരക്ഷ? ഇതാണോ? കഴിഞ്ഞ ദിവസം നിങ്ങൾ പറവൂരിൽ ഒരു പെൺസംഗമോ,
നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ വാതോരാതെ സ്ത്രീകളുടെ സുരക്ഷയെ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. ഉളുപ്പില്ല നിങ്ങൾക്ക്. വാ കൊണ്ട് പറയുന്നത് ഒന്ന്, പ്രവൃത്തിയിൽ കൊണ്ട് കാണിക്കുന്നത് മറ്റൊന്ന്. ഒരു പിഞ്ചു കുഞ്ഞിനോട് ഈ ക്രൂരത കാണിക്കാൻ നാണമില്ല സ്ത്രീ നിങ്ങൾക്ക്? എങ്ങനെയാണോ ഈ ഒരു സ്ത്രീയാണെന്ന് പറഞ്ഞ് ഈ സമൂഹത്തിൽ നടക്കാൻ സാധിക്കുന്നത്? ഒരു പിഞ്ചു കുഞ്ഞിനോട് ഇത്തരത്തിലുള്ള ക്രൂരത നടത്തിയിട്ട് അധികാരമുണ്ടായിട്ട് തൻ്റെ മുന്നിൽ ആ കുട്ടിയുടെ അമ്മ വന്നിട്ട് പരാതി പറഞ്ഞിട്ട് ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ സാധിക്കാതെ വെറും വാഴപ്പിണ്ടി എന്നൊന്നും ഞാൻ പറയുന്നില്ല, RSSന്റെ കാല് നക്കുന്ന നെറികെട്ട രാഷ്ട്രീയത്തിന്റെ ഒരു ഉപജ്ഞാതാവായിട്ട് മാറാൻ നാണമില്ല നിങ്ങൾക്ക്? ശൈലജേ, ആ പേര് നാണമില്ലേ നിങ്ങൾക്ക്? നിങ്ങളൊരു സ്ത്രീയാണോ? ഇത്രയും വൃത്തികേടുകൾ കാണിച്ചു കൂട്ടിയ ഒരു സ്ത്രീ നിങ്ങളാണോ ടീച്ചർ? നിങ്ങളാണോ ടീച്ചർ അമ്മ? എങ്ങനെയാണോ അടിമകളെ എങ്ങനെ വിളിക്കാൻ തോന്നുന്നു നിങ്ങൾക്ക്? ആ വാക്കിനൊരു അർത്ഥമില്ലേ? ടീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ വിവക്ഷ എന്താണ്? അതിന്റെ അർത്ഥം എന്താണ്? അതുകൊണ്ട് അമ്മ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? കരുണയല്ലേ? ദയയല്ലേ? മനസ്സലിവല്ലേ? ഇതൊക്കെയല്ലേ അമ്മ എന്ന് പറയുന്നത്? എങ്ങനെയാണോ ഈ സ്ത്രീ ഇതൊക്കെ ആവുന്നത്? 4 വോട്ടിന് വേണ്ടിയിട്ട് കരുണയില്ലാത്ത ദയയില്ലാത്ത ടീച്ചറമ്മ, നാണം കെട്ടവൾ. സ്ത്രീയാണോ ഇതൊക്കെ? ഇവരെയാണോ സ്ത്രീ എന്ന് വിളിക്കുന്നത്? ഒരു പിഞ്ചു കുഞ്ഞിന്റെ വേദനക്കൊപ്പം നിൽക്കാൻ കഴിയാത്ത സ്ത്രീ. അതോ എനിക്ക് മനസ്സിലാവുന്നില്ല. പലപ്പോഴും പലരും ചാണകം ചവിട്ടി തുടങ്ങുമ്പോൾ ബുദ്ധി റിവേഴ്സ് ഗിയറിലേക്ക് പോവാറുണ്ട്, അല്ലെങ്കിൽ മനഃപൂർവ്വം ആ ബുദ്ധിയെ റിവേഴ്സിലേക്ക് ഇടാറുണ്ട്. കാരണം എന്താ? കാരണം ഈ ചാണകത്തിൽ ചവിട്ടി തുടങ്ങിയാൽ വിഡിത്തങ്ങൾ വിളിച്ചു പറയണം, പച്ച നുണകൾ പ്രചരിപ്പിക്കണം. അതിന് ബുദ്ധിയെ നേരെ റിവേഴ്സ് ഗിയറിലേക്ക് ആക്കാറുണ്ട്. എന്നാൽ സഖാവായാൽ ഇതിന് നേരെ വിപരീതമാ. ദയയില്ലാതെയാവും, കരുണയില്ലാതെയാവും, സ്ത്രീത്വമില്ലാതെയാവും. ഈ പറയുന്ന അമ്മ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അറിയാതെയായി മാറും. ടീച്ചർ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അറിയാതെയായി മാറും. അതല്ലേ ഈ ശൈലജയിൽ നിന്നുണ്ടായത്? എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ വന്നിട്ട് വീണ്ടും ന്യായീകരിക്കുക. ഒരു ഉളുപ്പുമില്ലാതെ വന്നിട്ട് വീണ്ടും ന്യായീകരിക്കുക. പറയുന്നത് എന്താ? എന്നെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന്. എന്റെ ശൈലജയെ ഉറക്കം പോയി എന്നറിയാം, ബുദ്ധി ഇല്ലെന്നറിയാം, ബുദ്ധിക്ക് വളരെ കുറവ് വന്നിരിക്കുന്നറിയാം. എന്നിട്ടും ടീച്ചറാണെന്നല്ല പറയുന്നത്. ആ വാക്കിന്റെ അർത്ഥത്തോട് നീതി പുലർത്തുന്നില്ലെങ്കിലും വല്ല വിദ്യാഭ്യാസവും ഉണ്ടെങ്കിൽ ഈ ഒരു പാരഗ്രാഫ് വഴിച്ചാൽ ഈ കേരളത്തിലെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പോലും മനസ്സിലാവുമല്ലോ. അത്ര വളരെ കൃത്യമായ, ലഘുവായ, വളരെ സരസമായിട്ട് അല്ലേ കോടതി കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്? ഒരു കോംപ്ലിക്കേറ്റഡും ഇല്ലാതെ, ചുറ്റുവളച്ചിലുകൾ ഒന്നുമില്ലാതെ. PW1ന്റെ ഈ പറയുന്ന മദർ വന്നിട്ട് പെറ്റീഷൻ കൊടുത്തു കൗൺസിലേഴ്സിന്റെ അൺഎത്തിക്കൽ റൂഡ് ബിഹേവിയറിനെതിരെ ഓണറബിൾ ചീഫ് മിനിസ്റ്ററിന് മുമ്പ്. എന്നിട്ട് കൈകെട്ടി നോക്കി നിന്നു. ഒരു നടപടിയും എടുത്തില്ല എന്ന് കോടതി ഇങ്ങനെ പച്ചക്ക് പറഞ്ഞു വെക്കുമ്പോ വീണ്ടും ന്യായീകരിക്കുക. നാണമില്ലാത്ത വർഗങ്ങൾ, ക്രിമിനൽ സംഘങ്ങൾ. ഇങ്ങനെയുമുണ്ടോ ഒരു രാഷ്ട്രീയ പ്രവർത്തനം? ഈ പറയുന്ന പൊതുജനത്തിനോട് യാതൊരു വിധത്തിലുള്ള ഒരു കടപ്പാടുമില്ലാതെ, ഉത്തരവാദിത്വമില്ലാതെ, ഒരു ധാർമ്മികതയും ഇല്ലാതെ 4 വോട്ടുണ്ടാക്കണം, ആ വോട്ടിന്റെ പിൻബലത്തിൽ വിജയിച്ചു കയറണം. അത് എത്ര വലിയ വൈറ്റ് കോളർ ഭീകരന്റെ വോട്ടാണെങ്കിലും കുഴപ്പമില്ല, എത്ര വലിയ പീഡകന്റെ വോട്ടാണെങ്കിലും കുഴപ്പമില്ല, ഏത് വലിയ പിഞ്ചു കുഞ്ഞിനെ പിടിച്ചു ചീന്തിയ ഏത് വലിയ ക്രിമിനലിന്റെ വോട്ടാണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് വോട്ട് വേണം, ഞാനൊരു സ്ത്രീയാണെന്നുള്ള ചിന്ത പോലുമില്ല. ഈ ലോകത്ത് ആ കുഞ്ഞ് ജീവിച്ചത് 9 വയസ്സ് 10 വയസ്സ്. ആ കുഞ്ഞിനോട് ഇത്ര വലിയ ക്രൂരത കാണിച്ചിട്ട് അതിന് കൂടെ പിടിക്കാൻ നാണമില്ലേ ശൈലജ? അതിനപ്പുറത്തേക്ക് വാക്കുകൾ ഞാൻ യൂസ് ചെയ്യുന്നില്ല. കാരണം അതെനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ വേണ്ടെന്ന് വെച്ചിട്ടാണ്. എന്നിട്ട് വന്നിരുന്നിട്ട് വീണ്ടും ന്യായീകരിക്കുക. ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇത്രയും വലിയ ഒരു തെണ്ടിത്തരം
ചെറ്റത്തരം കാണിച്ചിട്ട് വന്നിരുന്നിട്ട് വീണ്ടും വീണ്ടും ന്യായീകരിക്കുക എന്നെ പറ്റി പ്രതിപാദിച്ചിട്ടില്ല എന്ന്. പിന്നെ നിങ്ങളെ പറ്റിയല്ലാതെ പിന്നെ ആരെ പറ്റിയാണോ ഈ പറയുന്ന കോടതി ഇത്ര വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്? അത് വായിച്ചിട്ട് മനസ്സിലാകാഞ്ഞിട്ടോ ഇനി അതല്ല അത് എന്നെ പറ്റിയല്ല എന്ന് വരുത്തി തീർക്കാനുള്ള തത്രപ്പാടാണോ നിങ്ങൾക്ക്? നാണമില്ലാത്ത നെറികെട്ട വർഗങ്ങൾ എന്ന് മാത്രമേ പറയാനുള്ളൂ. ക്രിമിനൽ സംഘങ്ങൾക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന കൂട്ടിക്കൊടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഉപജ്ഞേതാക്കൾ, അത്ര മാത്രമേ പറയാനുള്ളൂ.